മോളെ ജാനുട്ടി, നാളെയല്ലേ നിന്റെ കല്യാണം. എന്നിട്ടും നിനക്ക് ഈ പണിക്കൊന്നും ഒഴിവില്ലേ? ഇന്നെങ്കിലും ഒരു ദിവസം നിനക്കൊന്ന് റെസ്റ്റ് എടുത്തുകൂടെ അല്പനേരം? നല്ല കഥയെ വല്യമ്മച്ചി. എന്നിട്ട് വേണം അമ്മായിയുടെ കയ്യിൽ നിന്ന് എനിക്കിട്ട് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ താരേച്ചിയുടെ ഡ്രസ്സുകളാ. താരേച്ചി വരുമ്പോഴത്തേനും ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണമെന്നാ ഓർഡർ. ചെയ്യാതിരിക്കാൻ പറ്റുമോ? അല്ല, അവൾക്കെന്താ കൈയും കാലും ഒന്നുമില്ലേ സ്വന്തം ഡ്രസ്സ് പാക്ക് ചെയ്ത് വെക്കാൻ? ജാനൂട്ടിക്കില്ലേ ജാനൂട്ടിയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ? താരേജി ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുക. വരുമ്പോഴത്തേനും എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണമെന്ന ഓർഡർ. ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വെല്ലുമ്മച്ചിക്ക് അറിയത്തില്ലേ താരേച്ചിയുടെ സ്വഭാവം. പിന്നെ എനിക്കാകെ കുറച്ച് ഡ്രസ്സല്ലേ ഉള്ളൂ. ആകെ ഒരു ബാഗിൽ കൊള്ളാൻ പാകത്തിന്. അതിനധികം സമയമൊന്നും വേണ്ടല്ലോ വെല്ലുമ്മച്ചി. നാളെ കല്യാണമായിട്ട് പോലും എൻ്റെ ജാനൂട്ടിക്ക് റെസ്റ്റ് ഇല്ല. അല്ല, മോക്കും ആഗ്രഹം കാണില്ലേ പാർലറിലൊക്കെ പോകണമെന്ന്? മോൾ എന്താ പോവാത്തത്? നാളെ താരമോളുടെ മാത്രം കല്യാണമല്ലല്ലോ, മോളുടെ കൂടെ കല്യാണമല്ലേ. എന്നോട് പാർലറിൽ പോണ്ടെന്നാ അമ്മായി പറഞ്ഞത്. വെറുതെ എന്തിനാ ആ കാശും കൂടെ കളയുന്നതെന്ന്. അല്ലേലും അമ്മായി പറഞ്ഞത് ശരിയല്ലേ വല്യമ്മച്ചി. ഞാനെന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ എനിക്ക് ആകെ ഒരു ആശ്വാസം എന്താണെന്നറിയോ? ഇനി ഡെയിലി ഡെയിലി അമ്മായിയുടെ വായിന്ന് ചീത്ത കേൾക്കണ്ടല്ലോ. പിന്നെ എനിക്ക് വല്യമ്മച്ചീനെ എന്നും കാണാൻ പറ്റില്ലല്ലോ. എനിക്ക് ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എൻ്റെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വല്യമ്മച്ചി എൻ്റെ ജാനൂട്ടിക്ക് വേണ്ടിയിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മോൾക്ക് നല്ലതേ വരൂ.